നമസ്കാരം. ഈ ആഴത്തിലുള്ള ഒരു വിശകലനത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് നിങ്ങളൊരു ഇറക്കുമതിക്കാരനോ കയറ്റുമതിക്കാരനോ ആണെങ്കിൽ നേരിട്ട് ബാധിക്കാൻ സാധ്യതയുള്ളൊരു വിഷയമാണ്. ശരിയാണ്. ഇന്ത്യയുടെ കസ്റ്റംസ് നിയമം 1962 ഒരു പ്രധാനപ്പെട്ട ഭേദഗതി, ചാപ്റ്റർ 12B, അതിലെ സെക്ഷൻ 99B, ഇതാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതെ. ഈ ഭാഗം ശരിക്കു പറഞ്ഞാൽ ഇറക്കുമതി കയറ്റുമതിയൊക്കെയായി ബന്ധപ്പെട്ട ആളുകളുടെ ഐഡന്റിറ്റി അത് വെരിഫൈ ചെയ്യുന്നതിനെക്കുറിച്ചാണ്. പിന്നെ നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യം, അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ഇത് കസ്റ്റംസ് നടപടികളിൽ ഒരു പുതിയ സ്റ്റെപ്പാണെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ലക്ഷ്യം വളരെ ലളിതമാണ്. ഈ സെക്ഷൻ 99B എന്താണ് ശരിക്കും അർത്ഥമാക്കുന്നത്? ഇത് നിങ്ങളുടെ, അതായത് കേൾക്കുന്ന നിങ്ങളുടെ പ്രവർത്തനങ്ങളെ എങ്ങനെ ബാധിക്കാമെന്ന് ഒന്ന് വ്യക്തമാക്കുക. കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് നിങ്ങളുടെ ഐഡന്റിറ്റി പരിശോധിക്കാൻ ചില പുതിയ അധികാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ ചില കാര്യങ്ങൾ തടസ്സപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് ഇതിലെ പ്രധാന കാര്യങ്ങൾ? ചുരുക്കി പറഞ്ഞാൽ സംഭവം ഇതാണ്. കസ്റ്റംസ് അധികാരികൾക്ക് ഇപ്പോൾ ആധാർ അല്ലെങ്കിൽ അതുപോലുള്ള മാർഗങ്ങളിലൂടെ നിങ്ങളുടെ ഐഡന്റിറ്റി ഉറപ്പുവരുത്താൻ നിയമപരമായിട്ടൊരു അധികാരമുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ പ്രധാനമായും രാജ്യത്തിന്റെ ഒരു സാമ്പത്തിക സുരക്ഷ, പിന്നെ നിയമപരമായിട്ടുള്ള വ്യാപാരം ഉറപ്പാക്കാൻ ഇതിലൊരു വീഴ്ച വന്നാൽ നിങ്ങളുടെ ചരക്ക് നീക്കമടക്കം പലതും ഒരുപക്ഷേ തടസ്സപ്പെട്ടേക്കാം. ശരി, അപ്പം നമുക്ക് സെക്ഷൻ 99B(1)ൽ നിന്ന് തന്നെ തുടങ്ങാമല്ലേ? ഈ ഭാഗം പറയുന്നത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക്, അതായത് ഈ പ്രിൻസിപ്പൽ കമ്മീഷണർ അല്ലെങ്കിൽ കമ്മീഷണർ റാങ്കിലുള്ളവർ അധികാരപ്പെടുത്തിയ ഒരു ഉദ്യോഗസ്ഥന് ചില വ്യക്തികളോട് അവരുടെ ഐഡന്റിറ്റി തെളിയിക്കാൻ ആവശ്യപ്പെടാം. ശരിയല്ലേ? അതെ, അത് വളരെ ശരിയാണ്. എന്തിനാണ് ഈ പരിശോധന? അതിന് നിയമം തന്നെ രണ്ട് പ്രധാന കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, സർക്കാരിന്റെ വരുമാനം അത് സംരക്ഷിക്കുക. രണ്ട്, ഈ കള്ളക്കടത്ത് പോലുള്ള നിയമവിരുദ്ധ പരിപാടികൾ അത് തടയുക. ഇപ്പോ ഡിജിറ്റൽ യുഗമല്ലേ, അപ്പോൾ ഈ സാമ്പത്തിക ഇടപാടുകളുടെ സുതാര്യത അത് ഉറപ്പാക്കാനും തട്ടിപ്പുകൾ തടയാനുമൊക്കെ ഇത്തരം തിരിച്ചറിയൽ മാർഗങ്ങൾ വളരെ അത്യാവശ്യമാണ്. രാജ്യത്തിന്റെ ആ ഒരു സാമ്പത്തിക ഭദ്രതയ്ക്ക് ഇത് വേണം. മനസ്സിലായി. അപ്പോ ഐഡന്റിറ്റി തെളിയിക്കാൻ എന്തൊക്കെയാണ് അവർക്ക് ആവശ്യപ്പെടാൻ പറ്റുക? സെക്ഷൻ 19B(1) രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. പ്രധാനമായിട്ടും രണ്ടെണ്ണം. ഒന്ന്, ആധാർ ഉപയോഗിച്ച് ഒതന്റിക്കേഷൻ നടത്താൻ ആവശ്യപ്പെടാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആധാർ നമ്പർ ഉണ്ടെന്ന് തെളിയിക്കാൻ പറയാം. ഇത് നിയമത്തിൽ പറയുന്നൊരു രീതിയുണ്ട്, സമയപരിധിയുണ്ട്, അതിനുള്ളിൽ ചെയ്യണം. പിന്നെ രണ്ടാമതായിട്ട്, ഇത് കൂടാതെ മറ്റു ചില രേഖകളോ വിവരങ്ങളോ അതും സമർപ്പിക്കാൻ ആവശ്യപ്പെടാം. അതും ഈ പറഞ്ഞ പോലെ ഒരു നിശ്ചിത രീതിയിലും സമയപരിധിക്കുള്ളിലും നൽകേണ്ടി വരും. ഈ ആധാർ ബന്ധിപ്പിക്കൽ ഇപ്പോ പല മേഖലകളിലും നമ്മൾ കാണുന്നുണ്ട്. അപ്പോ കസ്റ്റംസിന്റെ കാര്യത്തിൽ വരുമ്പോ ഇത് ശരിക്കും വ്യാപാരം എളുപ്പമാക്കാനാണോ ഉദ്ദേശിക്കുന്നത്, അതോ കൂടുതൽ നിയന്ത്രണങ്ങൾ വരികയാണോ? ചിലർക്കിതൊരു അധിക ഭാരമായി തോന്നാൻ സാധ്യതയില്ലേ? അതൊരു നല്ല ചോദ്യമാണ്. ഇതിനെ രണ്ട് രീതിയിൽ കാണാം, അല്ലേ? ഒരു വശത്ത് നോക്കിയാൽ ഡിജിറ്റൽ തിരിച്ചറിയൽ സംവിധാനങ്ങൾ ചിലപ്പോൾ കാര്യങ്ങൾ വേഗത്തിലാക്കാൻ സഹായിച്ചേക്കാം, സുതാര്യമാക്കാനും. ശരിയാണ്. നടപടിക്രമങ്ങൾ എളുപ്പമായേക്കാം. പക്ഷേ മറുവശത്ത് ഇത്തരം ശക്തമായ തിരിച്ചറിയൽ സംവിധാനങ്ങൾ വഴി കസ്റ്റംസ് നടപടിക്രമങ്ങളിലെ പഴുതുകളില്ലേ, അതൊക്കെ അടയ്ക്കാനും നിയമലംഘനങ്ങൾ കണ്ടുപിടിക്കാനും സർക്കാരിന് സാധിക്കും. പിന്നെ ഈ വർദ്ധിച്ചുവരുന്ന ഡിജിറ്റലൈസേഷൻ, പിന്നെ ലോകത്തുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ, അതൊക്കെ നോക്കുമ്പോൾ ഇതൊരു അനിവാര്യമായ മാറ്റമായിട്ടായിരിക്കും സർക്കാർ കാണുന്നത്. അപ്പോൾ ഇറക്കുമതി അല്ലെങ്കിൽ കയറ്റുമതിയുമായി ബന്ധപ്പെടുന്നവർ ഉറപ്പായും അറിഞ്ഞിരിക്കണം കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ഇത്തരം രേഖകൾ ചോദിക്കാൻ അധികാരമുണ്ട് എന്ന്. പിന്നെ ആ പറഞ്ഞ നിർദ്ദിഷ്ട രീതിയും സമയപരിധിയും അതും ശ്രദ്ധിക്കണം. അതെ, അതിന്റെ വിശദാംശങ്ങൾ ഇനി ചട്ടങ്ങളിലൂടെ വരുമായിരിക്കും, അല്ലേ? തീർച്ചയായും. ആ ഡീറ്റെയിൽസ് നമുക്ക് നോട്ടിഫിക്കേഷനിലോ റൂൾസിലോ ഒക്കെ വരും. അതിനെ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ ഈ ഒരു അടിസ്ഥാന അധികാരം ഇപ്പോൾ നിയമത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. ഇവിടെ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരും. എല്ലാവരുടെയും കയ്യിൽ ആധാർ നമ്പർ ഉണ്ടാവണമെന്നില്ലല്ലോ. ചിലപ്പോൾ പ്രവാസികളായിരിക്കാം, അല്ലെങ്കിൽ വേറെ കാരണങ്ങളുണ്ടാവാം. അല്ലെങ്കിലോ ചില സാങ്കേതിക പ്രശ്നങ്ങൾ. അതുകാരണം ഈ ആധാർ ഓതന്റിക്കേഷൻ പരാജയപ്പെട്ടു എന്നും വരാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തു ചെയ്യും? അതിനും നിയമത്തിലൊരു പരിഹാരമുണ്ട്. അതാണ് സെക്ഷൻ 99B(1)ലെ പ്രൊവിഷോ പറയുന്നത്. ശരി. അതായത് ഒരാൾക്ക് ആധാർ നമ്പർ ഇല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓതന്റിക്കേഷൻ നടന്നില്ല,
പരാജയപ്പെട്ടു. അങ്ങനെയെങ്കിൽ അയാൾക്ക് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റ് തിരിച്ചറിയൽ മാർഗങ്ങൾ അത് സമർപ്പിക്കാൻ ഒരു അവസരം കൊടുക്കണം. അതും നിയമം പറയുന്ന ഫോമിലും രീതിയിലും ആ സമയപരിധിക്കുള്ളിലും ചെയ്യണം. ഓക്കെ. അപ്പോ ആധാറില്ലെങ്കിൽ വഴിമുട്ടില്ല. മറ്റ് അംഗീകൃത മാർഗങ്ങൾ ഉണ്ടാകും. ഉണ്ടാവും, അതെ. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ഒരു പരിധിവരെ വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. അതേസമയം ഈ വെരിഫിക്കേഷൻ എന്ന ലക്ഷ്യം നടപ്പാക്കാനും ഇത് സഹായിക്കുന്നു. ശരിയാണ്. കാരണം എല്ലാ പൗരന്മാർക്കും ആധാർ കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ടെക്നിക്കൽ പ്രശ്നങ്ങളുണ്ടാവാം. അതൊക്കെ നിയമം കണക്കിലെടുക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം. കസ്റ്റംസ് ആവശ്യപ്പെടുന്ന ആ ബദൽ രേഖകൾ കൃത്യസമയത്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആ വ്യക്തിക്ക് തന്നെയാണ്. ഇനി കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവമുള്ളൊരു ഭാഗത്തേക്ക് കടക്കാമെന്ന് തോന്നുന്നു. ഈ ആവശ്യപ്പെട്ട രീതിയിൽ ഐഡന്റിറ്റി വെരിഫൈ ചെയ്യാൻ ഒരാൾക്ക് പറ്റിയില്ല, അല്ലെങ്കിൽ അയാൾ തെറ്റായ വിവരങ്ങളാണ് നൽകിയത്. അപ്പോൾ എന്ത് സംഭവിക്കും? സെക്ഷൻ 99(b)(3) ഇതിനെക്കുറിച്ചല്ലേ പറയുന്നത്? അതെ, അവിടെയാണ് കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. ഈ സെക്ഷൻ 99(b)(3) പ്രകാരം ഒരു വ്യക്തി ഈ തിരിച്ചറിയൽ നടപടികളുമായിട്ട് സഹകരിച്ചില്ല, അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ കൊടുത്തു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ പ്രിൻസിപ്പൽ കമ്മീഷണർക്കോ അല്ലെങ്കിൽ കമ്മീഷണർക്കോ അതിന്റെ കാരണങ്ങൾ എഴുതി രേഖപ്പെടുത്തിയിട്ട് ചില കാര്യങ്ങൾ താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ, അതായത് സസ്പെൻഡ് ചെയ്യാൻ അധികാരമുണ്ട്. ഓക്കെ. എന്തൊക്കെ കാര്യങ്ങളാണ് അങ്ങനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്? ആ ലിസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, അല്ലേ? അതെ. 1. ഇറക്കുമതി ചെയ്തതോ അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യുന്നതോ ആയ സാധനങ്ങളുടെ ക്ലിയറൻസ്. അത് തടഞ്ഞുവെക്കാം. അത് വലിയ പ്രശ്നമാണ്. ശരിയാണ്. നിങ്ങളുടെ ചരക്ക് പോർട്ടിൽ കെട്ടിക്കിടക്കാൻ ഇത് കാരണമാകും. പിന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള റീഫണ്ടുകൾ അത് കൊടുക്കുന്നത് നിർത്തിവെക്കാം. പിന്നെ ഡ്രോബാക്ക് അനുവദിക്കുന്നത് തടയാം. അതായത് കയറ്റുമതി ചെയ്ത സാധനങ്ങൾക്ക് നമ്മൾ അടച്ച ചില ടാക്സുകൾ തിരികെ കിട്ടുമല്ലോ, അത് കിട്ടില്ല. അതെ. ഡ്യൂട്ടിയിലോ ടാക്സിലോ കിട്ടുമായിരുന്ന എക്സംഷൻ, ആ ഇളവുകൾ തടയാം. പിന്നെ കസ്റ്റംസ് നിയമപ്രകാരം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ലൈസൻസോ രജിസ്ട്രേഷനോ അതും താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്യാം. ഓഹോ. ഇതുമായി ബന്ധപ്പെട്ട മറ്റാനുകൂല്യങ്ങൾ, അത് പൈസയുടെ രൂപത്തിലാവാം അല്ലാതെയും ആവാം, അതും നിർത്തിവെക്കാൻ പറ്റും. ഇതുകൂടാതെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. സെക്ഷൻ 99(b)യിലുള്ള സബ് ക്ലാസ് 3യിൽ ഈ ആധാർ ഓതന്റിക്കേഷൻ തന്നെ പരാജയപ്പെട്ടാൽ, അതായത് വെരിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഈ പറഞ്ഞ ആനുകൂല്യങ്ങളൊക്കെ പൂർണ്ണമായി നിഷേധിക്കാനും ഡിനൈ ചെയ്യാനും ഉത്തരവിടാൻ അവർക്ക് അധികാരമുണ്ട്. അപ്പോ അവിടെ ഒരു വ്യത്യാസമുണ്ട്. നിയമം പാലിച്ചില്ലെങ്കിൽ വരുന്നത് സസ്പെൻഷനാണ്, താൽക്കാലികമായി നിർത്തിവെക്കൽ. അതെ. പക്ഷേ ഓതന്റിക്കേഷൻ തന്നെ നടന്നില്ലെങ്കിൽ അത് നിഷേധിക്കൽ അഥവാ ഡിനായലായി മാറാം. രണ്ടിന്റെയും പ്രത്യാഘാതം വ്യത്യാസപ്പെട്ടിരിക്കും. തീർച്ചയായും. ഈ പ്രത്യാഘാതങ്ങൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളൊരു പ്രധാനപ്പെട്ട ഷിപ്മെന്റ് അയക്കാൻ റെഡിയായി നിൽക്കുന്നു. പക്ഷെ ഒരു ചെറിയ വെരിഫിക്കേഷൻ പ്രശ്നം കാരണം കസ്റ്റംസ് ക്ലിയറൻസ് അങ്ങ് തടഞ്ഞുവെച്ചാൽ എന്താകും അവസ്ഥ? ഓർഡർ ക്യാൻസലാകാം. ഓർഡർ നഷ്ടപ്പെടാം. നിങ്ങളുടെ കമ്പനിയുടെ ഒരു റെപ്യൂട്ടേഷനെ ബാധിക്കാം. ആ സപ്ലൈ ചെയിൻ മുഴുവൻ താളം തെറ്റാം. അതുപോലെ ഈ റീഫണ്ടും ഡ്രോബാക്കും ഒക്കെ തടഞ്ഞാൽ അത് ബിസിനസിന്റെ ക്യാഷ് ഫ്ലോയെ കാര്യമായിട്ട് ബാധിക്കും. അപ്പോ ഈ തിരിച്ചറിയൽ നടപടികളുമായിട്ട് പൂർണ്ണമായി സഹകരിക്കേണ്ടത് എത്രത്തോളം പ്രധാനമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. ഇവിടെ ഒരു ആശ്വാസം എന്താണെന്ന് വെച്ചാല്, ഈ നടപടിയെടുക്കുന്നതിന് മുമ്പ് പ്രിൻസിപ്പൽ കമ്മീഷണർ അല്ലെങ്കിൽ കമ്മീഷണർ വ്യക്തമായ കാരണങ്ങൾ രേഖപ്പെടുത്തണം എന്ന് നിയമം പറയുന്നുണ്ട്. അത് പ്രധാനമാണ്. അത് ഒരു പരിധിവരെ ഒരു തോന്നിയ പോലുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കാൻ ചിലപ്പോൾ സഹായിച്ചേക്കാം. എന്നാലും അവസാനം നിയമം പാലിക്കുക എന്നത് തന്നെയാണ് പ്രധാനം. ഈ താൽക്കാലികമായി നിർത്തിവെക്കൽ, അതായത് സസ്പെൻഷൻ, ഇത് എത്ര കാലം നീണ്ടു നിൽക്കും? അതിനെക്കുറിച്ച് സെക്ഷൻ 99(b)(4) എന്തെങ്കിലും പറയുന്നുണ്ടോ? പറയുന്നുണ്ട്. സെക്ഷൻ 99(b)(4) പറയുന്നത് ഈ സസ്പെൻഷൻ എത്ര കാലം തുടരുമെന്നത് ആ വ്യക്തിയുടെ തുടർന്നുള്ള പ്രവൃത്തികളെ ആശ്രയിച്ചിരിക്കും. ഓക്കെ. അതായത് ഏത് നിയമപരമായ കാര്യമാണോ അയാൾ പാലിക്കാതിരുന്നത് അത് പാലിക്കുക, അല്ലെങ്കിൽ ശരിയായ രേഖകളോ വിവരങ്ങളോ കൊടുക്കുക. അത് ചെയ്യുന്നതുവരെ ഈ സസ്പെൻഷൻ അത് അങ്ങനെ നിലനിൽക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രശ്നം പരിഹരിക്കുന്നതുവരെ ഈ നിയന്ത്രണങ്ങളുണ്ടാവും. വീണ്ടും സഹകരണത്തിന്റെ പ്രാധാന്യം വരുന്നു. അതെ. നിയമം അനുസരിച്ചു പോവുക, അതാണ് ഇതിൽ നിന്ന് പഠിക്കാനുള്ള പാഠം. ഈ തിരിച്ചറിയൽ വ്യവസ്ഥകളിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒഴിവാകാൻ സാധ്യതയുണ്ടോ? ചില ഇളവുകൾ വല്ലതും നിയമത്തിൽ പറയുന്നുണ്ടോ? സാധ്യതയുണ്ട്. സെക്ഷൻ 99(b)(2) പ്രകാരം സർക്കാരിന് വേണമെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വഴി ചില വ്യക്തികളെയോ അല്ലെങ്കിൽ ചില ക്ലാസ് ഓഫ് പേഴ്സൺസിനെയോ ഈ വെരിഫിക്കേഷൻ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ അധികാരമുണ്ട്.
ഓക്കേ. പക്ഷെ ആരൊക്കെയാണ് ഈ വിഭാഗത്തിൽ വരുന്നത് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ വ്യക്തമായ വിവരങ്ങളൊന്നും ലഭ്യമല്ല. അത് പ്രത്യേക ചട്ടങ്ങളോ നോട്ടിഫിക്കേഷനുകളോ വന്നാലേ അറിയാൻ പറ്റൂ. എന്ന വാക്കിന് ആധാർ ആക്ട് 2016 എന്താണോ അർത്ഥം, അതേ അർത്ഥം തന്നെയാണെന്നും സെക്ഷൻ 99(b)യുടെ എക്സ്പ്ലനേഷനിൽ പറയുന്നുണ്ട്, അല്ലേ? അതെ, അതൊരു നിയമപരമായ വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. ഇതിനെ നമ്മളൊരു വലിയ ചിത്രത്തിൽ കാണുകയാണെങ്കിൽ, സർക്കാർ സേവനങ്ങളും നിയമപരമായ കാര്യങ്ങളുമൊക്കെ ആധാറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പൊതുവായ ട്രെൻഡുണ്ടല്ലോ. ശരിയാണ്. ടാക്സ് അടയ്ക്കുന്നതിലും ബാങ്കിംഗ് കാര്യങ്ങളിലും മറ്റ് സാമ്പത്തിക ഇടപാടുകളിലുമെല്ലാം നമ്മളിത് കാണുന്നുണ്ട്. അപ്പോൾ കസ്റ്റംസ് നിയമത്തിലെ ഈ മാറ്റവും ആ ഒരു ദിശയിലേക്കുള്ള ഒരു ചുവടുവെപ്പ് തന്നെയാണ്. ഇത് ഒരു വശത്ത് കാര്യക്ഷമത കൂട്ടാൻ സഹായിക്കും എന്ന് പറയുമ്പോഴും മറുവശത്ത് കൂടുതൽ ഡോക്യുമെന്റേഷനും പാലിക്കൽ ആവശ്യകതകളും കംപ്ലയൻസ് റിക്വയർമെന്റ്സും വരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക്, അതായത് ഒരു ഇറക്കുമതി കയറ്റുമതി ബിസിനസ് ഉള്ള ഒരാൾക്ക് എങ്ങനെയാണ് പ്രസക്തമാവുന്നത് എന്ന് ഒന്നുകൂടി ഉറപ്പിക്കാം. എന്താണ് പ്രധാനമായി ഓർത്തിരിക്കേണ്ടത്? വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കണം. ഒന്ന്, കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ഈ സെക്ഷൻ 99(b) പ്രകാരം നിങ്ങളുടെ ഐഡന്റിറ്റി വെരിഫൈ ചെയ്യാൻ വ്യക്തമായ അധികാരമുണ്ട്. അവർക്ക് ആധാർ ഓതന്റിക്കേഷനോ മറ്റു രേഖകളോ ചോദിക്കാം. ഓക്കെ. 2, ഈ ആവശ്യങ്ങളോട് നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ, അതായത് കറക്റ്റ് സമയത്ത് ശരിയായ രേഖകൾ കൊടുത്തില്ലെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് പ്രവർത്തനങ്ങളെ വളരെ മോശമായി ബാധിക്കുന്ന പ്രത്യാഘാതങ്ങളുണ്ടാകാം. അതെ, ആ പ്രത്യാഘാതങ്ങൾ നമ്മൾ കണ്ടു. ചരക്കുകളുടെ ക്ലിയറൻസ് വൈകുന്നത്, റീഫണ്ട് കിട്ടാതിരിക്കുന്നത്, ഡ്രോബാക്ക്, ലൈസൻസ് സസ്പെൻഷൻ. ഓതന്റിക്കേഷൻ ഫെയിലായാൽ പൂർണ്ണമായി നിഷേധിക്കപ്പെടാനും സാധ്യതയുണ്ട്. അതെ, അതിനാൽ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് കസ്റ്റംസുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തുമ്പോൾ നിങ്ങളുടെ ഐഡന്റിറ്റി രേഖകൾ, പ്രത്യേകിച്ച് ആധാർ നമ്പർ ഉണ്ടെങ്കിൽ മറ്റ് KYC രേഖകൾ, ഇതെല്ലാം ഏറ്റവും പുതിയതും കൃത്യവുമാണെന്ന് ഉറപ്പുവരുത്തുക. ശരി. അവ എളുപ്പത്തിൽ കിട്ടാവുന്ന രീതിയിൽ സൂക്ഷിക്കുക. ഇത് ഭാവിയിലെ നടപടിക്രമങ്ങൾ എളുപ്പമാക്കാൻ സഹായിക്കും. അനാവശ്യമായ ഡിലേ, തടസ്സങ്ങൾ അതൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോ നമ്മളിന്ന് കസ്റ്റംസ് നിയമത്തിലെ പുതിയ ചാപ്റ്റർ 12(b)യിൽ വരുന്ന ഈ സെക്ഷൻ 99(b)യെക്കുറിച്ചാണ് വിശദമായി സംസാരിച്ചത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഇറക്കുമതി കയറ്റുമതി രംഗത്ത് ആളുകളുടെ തിരിച്ചറിയൽ ഉറപ്പാക്കുന്നതിനും നിയമപാലനം കുറച്ചുകൂടി കർശനമാക്കുന്നതിനും കസ്റ്റംസ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. അതാണ് ഈ നിയമമാറ്റത്തിലൂടെ വ്യക്തമാകുന്നത്. ഇതിനോട് സഹകരിച്ചില്ലെങ്കിൽ കാര്യമായ പ്രത്യാഘാതങ്ങളും നേരിടേണ്ടി വരും. അതെ, ഇത് കസ്റ്റംസ് നടപടിക്രമങ്ങളിൽ കൂടുതൽ ഒരു ഉത്തരവാദിത്ത ബോധവും കൃത്യതയും കൊണ്ടുവരാൻ ഉദ്ദേശിച്ചുള്ളൊരു നീക്കമാണ്. നിയമലംഘനങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കുക എന്നതും ഇതിന്റെ ഒരു ലക്ഷ്യമാണ്. ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് തുടർന്ന് ചിന്തിക്കാൻ ഒരു വിഷയം തരാം. തീർച്ചയായും. നമ്മൾ ഈ ഡിജിറ്റൽ ഐഡന്റിറ്റി വെരിഫിക്കേഷനെക്കുറിച്ചാണല്ലോ സംസാരിച്ചത്. ആധാർ പോലെയുള്ള സംവിധാനങ്ങളെ സർക്കാർ ഇത്രയധികം ആശ്രയിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. വ്യക്തികളുടെ ഡേറ്റ പ്രൈവസി, അതായത് വിവരങ്ങളുടെ സ്വകാര്യതയും സുരക്ഷയും, അതെത്രത്തോളം സംരക്ഷിക്കപ്പെടുന്നുണ്ട്? അതൊരു പ്രധാന ചോദ്യമാണ്. കാര്യക്ഷമതയ്ക്കും സുരക്ഷയ്ക്കും വേണ്ടി സ്വകാര്യതയിൽ എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്യാം? ഈ രണ്ട് കാര്യങ്ങൾക്കിടയിൽ ശരിയായൊരു ബാലൻസ് കണ്ടെത്തുന്നത് എപ്പോഴും ഒരു വെല്ലുവിളിയാണ്, അല്ലേ? ശരിയാണ്. അതുപോലെ ഇത്തരം കുറച്ചുകൂടി കർശനമായ വെരിഫിക്കേഷൻ നടപടികൾ, ഇത് അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഒരു തടസ്സമാകുമോ? അതോ ദീർഘകാലയളവിൽ നോക്കുമ്പോൾ സുതാര്യത കൂട്ടിയിട്ട് ഗുണകരമാകുമോ? ടെക്നോളജി ഇനിയും പുരോഗമിക്കുമ്പോൾ ഈ വെരിഫിക്കേഷൻ പ്രോസസ്സുകൾ എങ്ങനെ മാറും? ഇത് ചെറുകിട ഇടത്തരം വ്യാപാരികൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുമോ? അതോ എല്ലാവർക്കും ഒരുപോലെ പ്രയോജനം കിട്ടുന്ന രീതിയിൽ നടപ്പാക്കാൻ പറ്റുമോ? ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായി ആലോചിക്കാവുന്ന ചില കാര്യങ്ങളാണ്. ഈ വിഷയത്തിൽ ഇത്രയും ആഴത്തിലുള്ള വിവരങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി. സന്തോഷം. ശ്രദ്ധയോടെ കേട്ട നിങ്ങൾക്കും നന്ദി. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം.